കെയർ വില്ലേജ് കുടുംബസംഗമം സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എടപ്പാൾ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കെയർ വില്ലേജ് പ്രതിമാസ കുടുംബസംഗമം അണ്ണക്കമ്പാട് IMA ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങ് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ പ്രവർത്തകർ പലരും മരിച്ചു. ഓരോ ദിവസവും ന്യൂസ് കാണുമ്പോൾ 100 ആരോഗ്യ പ്രവർത്തകർ, 200 ആരോഗ്യ പ്രവർത്തകർ, ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർ മരിച്ചു. ഈ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകളാണ്. അവർക്ക് മാസ്ക് ഇട്ട് വീട്ടിലിരുന്നാൽ മരണം സംഭവിക്കില്ലായിരുന്നു. രോഗികളെ 108 ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കാനും അവർക്ക് സൗകര്യങ്ങൾ നൽകാനും ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടും 28 ദിവസത്തെ ക്വാറന്റൈൻ കാലത്ത് പച്ച വെള്ളം പോലും കിട്ടാതെ വീട്ടുകാരൊക്കെ വീക്ഷിച്ചു പോയി. ആ കാലം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതിഭീകരമായ ഒരു കാലം ഉണ്ടായിരുന്നു. 28 ദിവസത്തെ ക്വാറന്റൈൻ. പ്രിയപ്പെട്ടവർ ആരും പരിസരത്ത് വരില്ല, ഒരു മുറിയിൽ ഒറ്റപ്പെടും. ഇങ്ങനെ മതിലിന് മുകളിൽ മരുന്നും ഭക്ഷണവും വെക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മറക്കാറായിട്ടില്ല. അവിടെ മരുന്നും ഭക്ഷണവും കൊണ്ടുവച്ചത് നമ്മുടെ ബന്ധുക്കളൊന്നുമല്ല, നിങ്ങളുടെ നമ്മുടെ ആരും അല്ലാത്ത മനുഷ്യർ. അവർ സമൂഹ അടുക്കളകളിൽ ജോലി ചെയ്തു, ഭക്ഷണം ഉണ്ടാക്കി, മരുന്ന് കൊണ്ടുകൊടുത്തു, ആംബുലൻസിൽ രോഗികളെ കൊണ്ടുപോയി. ആശുപത്രി ജീവനക്കാർ, നഴ്സുമാർ, ഡോക്ടർമാർ, എത്രയോ സന്നദ്ധ സേവകർ. മരിച്ചാൽ ഉറ്റവരാരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു കോവിഡ് കാലത്ത്, ഇല്ലേ? അപ്പോൾ കറുത്ത മുഖം മൂടിയിട്ട് വന്നവരും മനുഷ്യരാണ്. ഇവരുടെ ആരുമല്ല, ഏതോ മനുഷ്യർ വന്ന് സഹായിച്ചിട്ടാണ് നമ്മൾ ബാക്കിയായത്. അപ്പൊ നമുക്ക് വേണ്ടി കുറേ പേർ മരിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാക്കി എടുക്കേണ്ടതാണ്. EP നൌഷാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെയർ ചെയർമാൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ മജീദ് സുഹാരി വിഷയാവതരണം നടത്തി. ഇസ്മയിൽ വെങ്ങിനിക്കര, ആസാദ്, KP ഇസ്മായിൽ, മുബാറക്, ബ്യൂട്ടി സിൽക്സ്, KP ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. കെയർ ഗുണഭോക്താക്കൾക്കുള്ള റമദാൻ കിറ്റിന്റെ വിതരണവും നടത്തി. NCV ന്യൂസ് എടപ്പാൾ.